തിരുവനന്തപുരത്ത് ഈ ഉത്രാട ദിനത്തിൽ രാവിലെ തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട്. കമലേഷ്, ചാല സജീവമായി തുടങ്ങിയിട്ടുണ്ടോ? എന്താണ്, രാവിലെ ആളുകളൊക്കെ എത്തി തുടങ്ങിയോ? ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയോ തിരുവനന്തപുരത്ത്? മനു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഉത്രാടപ്പാച്ചിലേക്ക് ആളുകൾ കടക്കുന്നതേ ഉള്ളൂ. ചാല മാർക്കറ്റ് സജീവമായി തുടങ്ങുന്നു. രാവിലെ ഉണരുകയാണ് ചാല മാർക്കറ്റ് എന്ന് പറയേണ്ടി വരും. വ്യാപാരികളെല്ലാം തന്നെ ഈ പച്ചക്കറി, മറ്റ് പഴവർഗ്ഗങ്ങൾ, സാധനങ്ങളെല്ലാം തന്നെ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി എല്ലാം അടുക്കിപ്പെറുക്കി വെക്കുന്ന തിരക്കുകളിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. മറ്റൊന്ന്, ഈ ഒരു ഉത്രാട ദിനത്തിന്റെ ഒരു പ്രത്യേകത അറിയാം. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് വെറുതെയല്ല, ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിൽ തന്നെയാണ് ഈ ഉത്രാട ദിനത്തിൽ എല്ലാവർക്കും പൊതുവെ അനുഭവപ്പെടാറുള്ളത്. അതിന്റെ കൂടെ ഈ മഴ കൂടി ഒരു ബുദ്ധിമുട്ടിലായി നിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ആ മാർക്കറ്റുകളിലേക്കൊക്കെ ഇറങ്ങാനുള്ളൊരു ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ചില ആളുകൾ മാത്രം രാവിലെ ഇവിടെ എത്തി സാധനങ്ങളൊക്കെ ഒരു സാഹചര്യമുണ്ട്. രാവിലെ എത്തി. സാധനങ്ങളെല്ലാം വാങ്ങണം. രാവിലെ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ബലിയിട്ടിട്ട് വന്ന് മലക്കറിക്ക് വാങ്ങി ഇനി വീട്ടിൽ പോയി ഒരുപാട് ജോലിയുണ്ട്. അതന്നെ, മഴയാണ് അതൊരു വല്ലാത്തൊരു ഇതായിട്ടിരിക്കുന്നത്. സാധനങ്ങൾക്ക് വിലയുണ്ട്, നല്ല വിലയായി, നല്ല തിരക്കും ഉണ്ട്. നേരത്തെ മഴയാണെങ്കിലും നല്ല തിരക്കും ഉണ്ട്. ഓണാഘോഷിക്കണം. ഇനിയും ഉത്തരാടം വീട്ടിൽ ചെന്ന് ഒരുപാട് ജോലിയുണ്ട്. എല്ലാമൊക്കെ ഒതുക്കണം, പൂവൊക്കെ എല്ലാം റെഡിയാക്കണം, പിന്നെ എല്ലാ പാചകങ്ങളും തുടങ്ങണം, എല്ലാം ഉണ്ട്. ആ നിലയിലാണ് മനു. ആളുകൾ പറയുന്നത് ഈ വില ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഇവരെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ വ്യാപാരികളോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഒരു തിരക്കില്ല അവിടെ, കച്ചവടം വളരെ മോശമാണ്. അതുകൊണ്ട് അത് തന്നെ തിരക്കേ ഇല്ല അവിടെ. അതിനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഈ 2 വർഷം കൊണ്ട് ഇവിടെ തിരക്കില്ല, ആളുകളും കുറവാണ്. അതിപ്പോ ഒരുപാട് ഈ മാള് ഇതുപോലെ വന്നതുകൊണ്ടായിരിക്കും ഇവിടെ കച്ചവടം കുറവാണ്. ഓൺലൈൻ ഡെലിവറി ഒക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും. വിലയൊക്കെ നോർമൽ വിലയാണ്, അങ്ങനെ വിലയൊന്നും കൂടിയിട്ടൊന്നുമില്ല. ഒരു സാധനത്തിന് വില കൂടിയിട്ടില്ല. വാങ്ങിക്കാൻ ആളുകൾ, സാധനം വാങ്ങിക്കാൻ ആളുകൾ പറഞ്ഞില്ല, കുറവാണ്. അതെ. ഇന്ന് രാത്രി വരെ ഉണ്ട്. രാത്രി 10 മണി വരെ ഒതുക്കിയിട്ട് നാളെ രാവിലെ ഓണം ഓണം. ഓക്കെ, താങ്ക് യു. മനു, ആ നിലയിലാണ് ഇവർക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല, ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നതും കുറവാണ് എന്നുള്ളതാണ് വ്യാപാരികൾ പറയുന്നത്. അവർ സ്വാഭാവികമായും വില കൂടുതലാണ് എന്ന് പറയുമ്പോൾ ആളുകൾ തീരെ മാർക്കറ്റിലേക്ക് എത്താത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വില കൂടുതലാണെങ്കിൽ പോലും അവർക്ക് വില കൂടുതലാണ് എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ സാധനം വാങ്ങുന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു. അവർ പറയുന്നത് വില കൂടുതലാണ്, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടുതലാണ്, പക്ഷേ ഓണമാണ്, വാങ്ങാതെ ആഘോഷിക്കാതെ തരമില്ല എന്നതാണ് അവരുടെ പ്രതികരണം. ഏതായാലും ചാല സജീവമാവുകയാണ്. ഇനി അടുത്ത മണിക്കൂറുകളിലൊക്കെ തന്നെ, വരുന്ന സമയത്തൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ആളുകൾ മാർക്കറ്റുകളിലേക്ക് എത്തുക. ഏതായാലും ഒരു ഉത്രാട ദിനമാണ്, അതുകൊണ്ട് തന്നെ അവധി ദിനം കൂടിയാണ്. അതുകൊണ്ട് രാവിലെ അല്പനേരം കിടന്നുറങ്ങിയിട്ടൊക്കെ മെല്ലെ എണീറ്റ് മാർക്കറ്റുകളിലേക്കൊക്കെ എത്തുന്ന ഒരു നിലയായിരിക്കും സാധാരണഗതിയിൽ ആളുകൾ സ്വീകരിക്കുക. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പലരും ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്, ടൗണിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ ജോലി ചെയ്ത് ഇന്ന് ഒരു അല്പനേരം കിടന്നുറങ്ങി പതിയെ മാർക്കറ്റുകളിലേക്ക് എത്തി ഈ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമാവുക എന്നുള്ള ഒരു നിലയായിരിക്കും സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ചാല ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ വലിയ തിരക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഒരല്പം പതിഞ്ഞ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ തിരക്ക് മാർക്കറ്റുകളിൽ അനുഭവപ്പെടുന്നില്ല. മനു.